അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. NCERT 8th ക്ലാസ്സിൻ്റെ 4th ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. മെറ്റീരിയൽസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റീരിയൽസിനും മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും എങ്ങനെ വേർതിരിച്ചറിയുമെന്നതിനെ പറ്റി പറയുന്ന പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. You are familiar with a number of materials like iron, aluminum, copper, etc. Some materials have been given in table 4.1. അയണ്, അലുമിനിയം, കോപ്പർ അതുപോലുള്ള മെറ്റീരിയൽസ്, ഇതിലുള്ള എല്ലാ മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടാകും. സം മെറ്റീരിയൽസ് ഹാവ് ബീൻ ഗിവൻ ടേബിൾ 4.1. ചില മെറ്റീരിയൽസ് താഴെ ടേബിൾ 4.1-ൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ടേബിൾ 4.1-ൽ നിങ്ങൾക്ക് കാണാം അപ്പിയറൻസ് ആൻഡ് ഹാർഡ്നെസ് ഓഫ് മെറ്റീരിയൽസ്. മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും നാം വേർതിരിച്ചറിയുന്നത് അതിൻ്റെ അപ്പിയറൻസ്, അത് ഷൈനി ആണോ ഡള്ളാണോ, അതുപോലെ ഹാർഡാണോ ഹാർഡല്ലേ എന്ന് അത് നോക്കിയിട്ടാണ്. ഇവിടെ താഴെ നിങ്ങൾ കാണാം മെറ്റീരിയൽസ്: അയൺ, കോൾ, സൾഫർ, അലൂമിനിയം, കോപ്പർ. അതുപോലെ അപ്പിയറൻസ് ഇവിടെ ബ്ലാങ്ക് ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അയൺ എപ്പോഴും ഷൈനി ആയിരിക്കും, അതേസമയം ഹാർഡ് ആയിരിക്കും. കോൾ ഷൈനി ആയിരിക്കില്ല, ഡള്ളായിരിക്കും, അതേസമയം ഹാർഡ് ആയിരിക്കും. സൾഫർ ഡള്ളായിരിക്കും, അതേസമയം നോട്ട് ഹാർഡ്. അലുമിനിയം, കോപ്പർ രണ്ടും ഷൈനിയും ഹാർഡുമായിരിക്കും. ക്യാൻ യു നെയിം ദ മെറ്റീരിയൽസ് വിച്ച് ആർ മെറ്റൽസ്? മെറ്റീരിയൽസിന്റെ കൂട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് മെറ്റൽസിനെ വേർതിരിച്ച് പറയാൻ സാധിക്കും. ദ റെസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ഇൻ ടേബിൾ 4.1 ആർ നോൺ മെറ്റൽസ്. മെറ്റൽസ് അല്ലാത്ത ബാക്കിയുള്ള മെറ്റീരിയൽസ് നോൺ മെറ്റലുകളാണ്. അപ്പോൾ എന്താണ് മെറ്റൽസ് എന്ന് നമുക്ക് മെറ്റൽസ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം നോൺ മെറ്റൽസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. മെറ്റൽസ് നോൺ മെറ്റൽസ് നിന്ന് വേർതിരിയുന്നത് അതിൻ്റെ ഫിസിക്കലും കെമിക്കലുമായ സ്വഭാവങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് വിശദമായിട്ട് ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടികളും വിശദമായിട്ട് പഠിക്കാനുണ്ട്, ആ സമയത്ത് നമുക്ക് പഠിക്കാം. Recall that luster and hardness are physical properties. Luster എന്ന് പറഞ്ഞാൽ ഷൈനി, തിളങ്ങുന്നത്. luster, hardness ഇവ രണ്ടുമാണ് ഫിസിക്കൽ പ്രോപ്പർട്ടികൾ. ഇവ രണ്ടുമുണ്ടോ എന്നാൽ അത് മെറ്റലാണ്. നമുക്ക് മുകളിൽ കാണാം അയൺ, അലുമിനിയം, കോപ്പർ. ഇവ അപ്പിയറൻസിൽ ഷൈനിയുമാണ്, അതുപോലെ ഹാർഡുമാണ്, അതുകൊണ്ട് മെറ്റൽസ് ആണ്. ഓക്കെ, നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ഹെഡിങ്ങിലൂടെ പോകാം. ഹാവ് യു എവർ സീൻ എ blacksmith beating an iron piece or an article made up of iron like a spade, a shovel, an axe? മയവോ അല്ലെങ്കിൽ ഷവൽ അല്ലെങ്കിൽ തൂമ്പ ഇതുപോലുള്ള അയൺ നിർമ്മിത വസ്തുക്കളിൽ ഒരു ബ്ലാക്ക് സ്മിത്ത് അതിൻ്റെ അയൺ പീസിൽ അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. Do you find a change in the shape of these articles on beating? കൊല്ലൻ ഈ അയൺ പീസിൽ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും മാറ്റം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Would you expect a similar change if you try to beat a wood log? അതേസമയം നമ്മൾ ഒരു മരത്തടിയിൽ അടിക്കുകയാണെങ്കിൽ ഇതേ ഷേപ്പിലുള്ള ചേഞ്ച് അതിൽ വരുമോ? Let us find out. നമുക്ക് കണ്ടെത്താം ഒരു ആക്ടിവിറ്റിയിലൂടെ. ആക്ടിവിറ്റി 4.1. Take a small iron nail, a cold piece, a piece of thick aluminum wire and a pencil lead. നിങ്ങൾ 4 വസ്തുക്കൾ എടുക്കണം. ഒരു അയൺ നെയിൽ, കോൾ പീസ്, പീസ് ഓഫ് തിക്ക് അലുമിനിയം വയർ, അതുപോലെ പെൻസിൽ ലെഡ്. എന്നിട്ട് ബീറ്റ് ദ അയൺ നെയിൽ വിത്ത് എ ഹാമർ. അയൺ നെയിലിനെ ഒരു ഹാമറുമായിട്ട് അടിക്കുക. But take care that you don't hurt yourself in the process. ഈ പ്രോസസ്സിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും നിങ്ങളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവാതെ നിങ്ങൾ സൂക്ഷിക്കണം. Try to hit hard the aluminum wire also. നിങ്ങൾ അലുമിനിയം വയറും അതുപോലെ അയൺ നെയിലും ശക്തിയായിട്ട് ഹാർഡായിട്ട് അതിൽ അടിക്കുക. അങ്ങനെ then repeat the same kind of treatment on the cold piece and pencil. അതേ പ്രവർത്തനം കോൾ പീസിലും പെൻസിൽ ലെഡിലും നിങ്ങൾ ആവർത്തിക്കുക, അതായത് അവയിലും ഹാർഡായിട്ട് അടിക്കുക.
Record your observation in table 4.2. നിങ്ങളുടെ ഒബ്സർവേഷൻ 4.2 എന്ന ടാബിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഒബ്ജക്റ്റ് മെറ്റീരിയൽസ് കാണാം. അയൺ നൈൽ, കോൺ പീസ്, അലൂമിനിയം വെയർ, പെൻസിൽ ലെഡ്. ഇവകൾക്ക് എന്തെങ്കിലും ഷേപ്പിൽ ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആൻഡ് സ്പ്രീക്സിൻ്റെ പീസ് പീസുകളായിട്ട് പൊട്ടിപ്പോകുക, ഏത് സ്വഭാവമാണുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പം താഴെ നിങ്ങൾക്ക് ഇവിടെ വിശദമായിട്ട് കാണാം. യു സോ, അപ്പം ഞങ്ങൾ ആക്ടിവിറ്റി നടത്തി നമ്മൾ. ഇതിന് ശേഷം യു സോ ദാറ്റ് ദ ഷേപ്പ് ഓഫ് ദ അയൺ നൈൽ ആൻഡ് ദ അലുമിനിയം വെയർ ചേഞ്ച്ഡ് ഓൺ ദ ബീറ്റിംഗ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അയൺ നൈലും അലുമിനിയം വയറും അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പിൽ മാറ്റം വരുന്നതായി. ഇഫ് ദേ വെയർ ബീറ്റൻ ഹാർഡർ, ഇനിയും ശക്തമായിട്ട് അടിക്കുകയാണെങ്കിൽ ദീസ് കുഡ് ബി ചേഞ്ച്ഡ് ഇൻ ഷീറ്റുകൾ, ഇൻ ഷീറ്റ്സ്. അവകൾ ഈ അലുമിനിയം വയറും അതുപോലെ അയൺ നൈലും ഷീറ്റുകളായിട്ട് മാറ്റാൻ സാധിക്കും. യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് സിൽവർ ഫോയിൽ യൂസർ ഫോർ ഡെക്കറേറ്റിംഗ് സ്വീറ്റ്സ്. യു മസ്റ്റ് ആൾസോ ബി ഫെമിലിയർ വിത്ത് ദ അലുമിനിയം ഫോയിൽ യൂസർ ഫോർ റാപ്പിംഗ് ഫുഡ്. നിങ്ങളെല്ലാവരും സ്വീറ്റുകൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സിൽവർ ഫോയിലും അതുപോലെ ഫുഡ് പൊതിയുന്ന അലുമിനിയം ഫോയിലും നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാകും. അവകളെല്ലാതും അലുമിനിയം അതുപോലെ സിൽവറി മെറ്റലുകൾ അടിച്ച് പരത്തിയിട്ട് ഷീറ്റുകളാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. The property of metals, മെറ്റൽസിന്റെ സ്വഭാവം, by which they can be beaten into thin sheets is called malleability. മെറ്റലുകൾ കട്ടി കുറഞ്ഞ ഷീറ്റുകളായിട്ട് അടിക്കാൻ പറ്റുന്നു, എന്നാൽ അവകൾക്ക് ആ സ്വഭാവത്തിനാണ് എന്ത് പറയുന്നത്, is called malleability. malleability അടിച്ചു പരത്താൻ പറ്റുന്നതാണ്. അപ്പം മെറ്റൽസ് എല്ലാം അടിച്ചു പരത്തി ഒരു ഷീറ്റ് പോലെ ആക്കാൻ സാധിക്കും. അതിനാണ് ആ പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്, malleability. ദിസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ്. മെറ്റൽസിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് malleability, അടിച്ചു പരത്താൻ പറ്റും. As you must have noticed, നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ materials like coal and pencil lead do not show this property. കോളും പെൻസിൽ ലെഡും ഈ ഇത്തരത്തിൽ മെറ്റീരിയൽസും ഇതേ പ്രോപ്പർട്ടി സ്വഭാവം കാണിക്കുന്നു, അതായത് അവകൾ അടിച്ചു പരത്താൻ പറ്റുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല. Can we call these metals? അതുകൊണ്ട് നമുക്ക് ഇതിനെ മെറ്റൽസ് എന്ന് വിളിക്കാൻ പറ്റുമോ? അതിനെ ശക്തമായി അടിക്കുന്ന സമയത്ത് പെൻസിലിന്റെ ലെഡ് അതും പൊട്ടിപ്പോകുന്നു, അതുപോലെ കോളും പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഇവകൾ അടിച്ചു പരത്താൻ പറ്റുന്നതല്ല, malleability സ്വഭാവം ഇല്ലാത്തതാണ്, അതുകൊണ്ട് അത് മെറ്റൽസ് അല്ല. Can you hold a hot metallic pan which is without a plastic or wooden handle and not get hurt? നിങ്ങൾ ആരെങ്കിലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മരത്താലുള്ള പിടിയില്ലാതെ ഒരു ചൂടുള്ള മെറ്റാലിക് പാത്രം പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്നിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരാതെ നിങ്ങൾക്ക് അത് പിടിക്കാൻ സാധിക്കുമോ? Perhaps not. പലപ്പോഴും നിങ്ങൾക്കതിനെ പിടിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് പിടിക്കാൻ സാധിക്കുക? Try to list some other experiences in which a wooden or plastic handle protects you from being hurt while handling hot things. ചൂടുള്ള വസ്തുക്കൾ കൈകാര്യം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുറിവുണ്ടാക്കുന്ന, ഉപദ്രവം ഉണ്ടാക്കുന്ന, ഹേർട്ട് ഉണ്ടാക്കുന്നതിനെ തൊട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഹാൻഡിലിന്റെയും അതുപോലെ വൂഡന്റെയും എക്സ്പീരിയൻസ്, നിങ്ങളുടെ പരിചയങ്ങൾ, എക്സ്പീരിയൻസ് നിങ്ങൾ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് തയ്യാറാക്കണം. On the basis of this experience, what can you say about the conduction of heat by wood and plastic? നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് മരവും അതുപോലെ പ്ലാസ്റ്റിക്കും എത്രത്തോളം ഹീറ്റ് കടത്തിവിടുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. You must have seen an electrician using his screwdriver. What kind of handle does it have? നിങ്ങളെല്ലാവരും ഒരു ഇലക്ട്രീഷ്യനെ ഒരു സ്ക്രൂ ഡ്രൈവറുമായിട്ട് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആ സ്ക്രൂ ഡ്രൈവർ, അതിൻ്റെ ഹാൻഡിൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? തീർച്ചയായും അത് പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും. കാരണം അതിൽ ഹീറ്റ് പെട്ടെന്ന് കടത്തിവിടാൻ കഴിയില്ല, ഹീറ്റ് പെട്ടെന്ന് അതിലൂടെ പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പൂർ കണ്ടക്ടറാണ്, അതുകൊണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ടിവിറ്റി 4.2 നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. Recall how to make an electric circuit to test whether electricity can pass through an object or not. ഒരു ഒബ്ജക്റ്റ് അതിന് ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ സാധിക്കുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി സർക്യൂട്ട് നിർമ്മിക്കാം.
യു മൈറ്റ് ഹാവ് പെർഫോംഡ്, നിങ്ങൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാകും ആക്ടിവിറ്റി വിത്ത് വേരിയസ് ഒബ്ജക്ട്സ് ഇൻ ക്ലാസ് 6. 6ാം ക്ലാസ്സിൽ വ്യത്യസ്ത ഒബ്ജക്റ്റുകളുമായിട്ട് നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടാകും എങ്കിലും നോ റിപ്പീറ്റ് ദ ആക്ടിവിറ്റി വിത്ത് ദ മെറ്റീരിയൽസ് മെൻഷൻഡ് ഇൻ ദ ടേബിൾ 4.3. ഒബ്സർവ് ആൻഡ് ഗ്രൂപ്പ് ദീസ് മെറ്റീരിയൽസ് ഇൻ ടു ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ്. നിങ്ങൾ ഈ ആക്ടിവിറ്റി തന്നെ ഇവിടെ താഴെ 4.3 ടേബിളിൽ വിവരിച്ചു കൊടുത്ത മെറ്റീരിയൽസുമായിട്ട് ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ശേഷം നിങ്ങൾ ഓരോന്നും മെറ്റീരിയൽസും ഇത് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് പുവർ കണ്ടക്ടേഴ്സ് എന്ന് ഒബ്സേർവ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അയൺ റോഡ്, നെയിൽ, സൾഫർ, കോൾപീസ്, കോപ്പർ വയർ ഇവ 4 മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ താഴെ നിങ്ങൾ പുവർ കണ്ടക്ടർ ആണോ അല്ല ഗുഡ് കണ്ടക്ടർ ആണോ എന്ന് രേഖപ്പെടുത്തണം. നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്തതിനു ശേഷം യു ഒബ്സേർവ് that iron rod, nail and copper wire are good conductors while rolled sulfur piece and coal piece are poor conductors. അങ്ങനെ നിങ്ങൾ ഒബ്സർവ് ചെയ്തുക നിങ്ങൾക്ക് എന്ത് ലഭിക്കും? അയൺ റോഡ്, അതുപോലെ നെയിൽ ആൻഡ് കോപ്പർ വയർ, ഇതുപോലെ കോപ്പർ വയർ, അയൺ റോഡ്, നെയിൽ ഇവകളൊക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അതേസമയം റോൾഡ് സൾഫർ ആൻഡ് കോൾ പീസും റോൾഡ് സൾഫറും എന്തായിരിക്കും? പുവർ കണ്ടക്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി വയറുകളിൽ അധികം കോപ്പർ വയറുകളാണ് നമ്മൾ കാണാൻ സാധിക്കുക. നിങ്ങൾ കോൾ പീസോ അല്ലെങ്കിൽ സൾഫർ പീസോ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതേസമയം കോപ്പർ വയർ ആയിരിക്കും അധികം ഇലക്ട്രിസിറ്റി വയറുകൾ ഉണ്ടാകുന്നത്. Where do you find the use of aluminum and copper wires? Have you seen wires of coal? അതവിടെ ചോദിക്കുന്നത്. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ അലുമിനിയത്തിന്റെ കോപ്പർ വയറിന്റെ ഉപയോഗം ഇവിടെ കണ്ടിട്ടുള്ളത്? നമ്മുടെ ഇലക്ട്രിസിറ്റി വയറിലും മറ്റുള്ള വയറിലൊക്കെ കോപ്പറും അലുമിനിയം വയർ ആയിട്ട് നമ്മൾ കാണുന്നത്. ഹാവ് യു സീൻ വയർസ് ഓഫ് കോൾ? നിങ്ങൾ എവിടെയും കോളിന്റെ വയറുകൾ കണ്ടിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഒരിക്കലും തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ അത് കണ്ടിട്ടുണ്ടാകില്ല. കാരണം അത് മെറ്റൽ അല്ല. മെറ്റൽ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്, ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ്, ഇപ്പോൾ നമുക്ക് 2 പ്രോപ്പർട്ടികളെ ലഭിക്കും, 2 സ്വഭാവങ്ങൾ. ഒന്ന് മാലിയബിലിറ്റി, അടിച്ചു പരത്താൻ പറ്റും. രണ്ടാമത്തത് good conductors of heat and electricity, മെറ്റൽസിനെ കുറിച്ച്. നെക്സ്റ്റ്, the property of metal by which it can be drawn into wires. ഒരു മെറ്റലിന്റെ സ്വഭാവം അതെന്താന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയർ, വയറുകളിലേക്ക് മാറ്റാൻ സാധിക്കും. വയറുകളാക്കിയിട്ട് വളച്ച് പുളച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണെങ്കിൽ അതിന് ആ സ്വഭാവത്തിനാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. വളയുന്നത്, വയറ് പോലെ വളഞ്ഞു നിൽക്കുന്നതിനാണ് ഡക്റ്റിലിറ്റി. മെറ്റൽസ് എല്ലാം നമുക്ക് വളക്കാനും തിരിക്കാനൊക്കെ പറ്റുന്ന ഡക്റ്റിലിറ്റി സ്വഭാവമുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അലൂമിനിയത്തിന്റെയും കോപ്പറിന്റെയും മറ്റു സിൽവറിന്റെ മെറ്റലൊക്കെ വയറുകൾ കാണാൻ സാധിക്കുന്നത്. ഹാവ് യു എവർ നോട്ടീസ് ദ ഡിഫറൻസ് ഇൻ സൗണ്ട് ഓൺ ഡ്രോപ്പിംഗ് ആൻ അയൺ ഷീറ്റ് പ്ലേറ്റ്, എ മെറ്റൽ കോയിൻ, എ പീസ് ഓഫ് കോൾ ഓൺ ദി ഫ്ലോർ? നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അയണിന്റെ ഷീറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ് അല്ലെങ്കിൽ സാധാ മെറ്റലിന്റെ കോയിനുകൾ അല്ലെങ്കിൽ കോളിന്റെ പീസ്, അതായത് എന്തെങ്കിലും അയണിന്റെ ഇരുമ്പിന്റെ എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ കോളിന്റെ എന്തെങ്കിലും സാധനം നിലത്ത് വീഴുമ്പോൾ എന്തെങ്കിലും സൗണ്ടുകൾ നിങ്ങൾ അതിന്റെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇഫ് നോട്ട്, ഇല്ലെങ്കിൽ യു ക്യാൻ ട്രൈ ഇറ്റ് നൗ, നിങ്ങൾ ഏതായാലും ശ്രദ്ധിക്കണം. ഡു യു നോട്ട് എനി ഡിഫറൻസ് ഇൻ ദ സൗണ്ട് ഓഫ് പ്രൊഡ്യൂസർ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒരു അയൺ പീസും അതേപോലെ കോൾ പീസ് നിലത്ത് വിടുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കണം, നിങ്ങൾ ചെക്ക് ചെയ്യാം. ഹാവ് യു സീൻ വുഡൻ ബെൽസ് ഇൻ ദ ടെമ്പിൾസ്? ക്യാൻ യു ഗീവ് എ റീസൺ? നിങ്ങൾ എവിടെയും ടെമ്പിളുകളിൽ എവിടെയെങ്കിലും വുഡൻ ബെല്ലുകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക അയണിന്റെ ബെല്ലുകളായിരിക്കും, മെറ്റലിന്റെ ബെല്ലുകളായിരിക്കും. The things made up of metals produce a ringing sound when struck hard. എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ മെറ്റലിന്റെ ബെല്ലുകൾ, അയൺ ബെല്ലുകൾ കാണാൻ കാരണം എന്താ? The things made of metals, മെറ്റൽസിനാൽ നിർമ്മിക്കുന്നതായ വസ്തുക്കൾ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു a ringing sound, മുഴക്കുന്ന സൗണ്ട്. ringing sound when struck hard, ശക്തമായിട്ട് അടിക്കുമ്പോൾ ഒരു റിംഗിങ് സൗണ്ട് പുറത്തു വിടുന്നു മെറ്റൽസ്. സപ്പോസ് യു ഹാവ് 2 ബോക്സ് സിമിലർ ഇൻ അപ്പിയറൻസ്. എനിക്ക് ഒരു ബോക്സ് ഉണ്ട് അടുത്ത്, വൺ മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് അതർ മെറ്റൽ. ഒന്ന് മെറ്റൽ കൊണ്ട് മറ്റുള്ളത് വുഡ് കൊണ്ട് നിർമ്മിച്ച 2 ബോക്സുകൾ ഉണ്ട് ഒരേപോലത്തെ. ക്യാൻ യു ടെൽ വിച്ച് ബോക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽ ബൈ സ്ട്രൈക്കിംഗ് ബോത്ത് ദ ബോക്സ്?
നിനക്ക് എങ്ങനെ പറയാം, രണ്ട് ബോക്സിലും അടിച്ചു നോക്കിയിട്ട് അതിൽ സൗണ്ട് വരുന്നത് മെറ്റലിന്റെ ബോക്സ് ആണ് നിങ്ങൾക്ക് ശരിക്കും പറയാൻ സാധിക്കും. സിൻസ് the metals produce ringing sounds, they are said to be sonorous. അങ്ങനെ മെറ്റലുകൾ എല്ലാവരും റിംഗിങ് സൗണ്ട് ഉണ്ടാക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്വഭാവത്തിനാണ് സൊനോറസ് എന്ന് പറയുന്നത്. The materials other than metals are not sonorous. മെറ്റലുകൾ അല്ലാത്ത ഒരു മെറ്റീരിയൽസും എന്തല്ല, സൊനോറസ് അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ആക്ടിവിറ്റികളൊക്കെ ചെയ്യും. After performing the above activities we can say that some materials are hard. ഇപ്പൊ നമ്മൾ ഇവിടെ മുകളിലെ ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പറയാൻ സാധിക്കും ചില മെറ്റീരിയൽസ് ആർ ഹാർഡ് ആണ്, അതുപോലെ ലെസ്ട്രസ് തിളങ്ങുന്നതാണ്, മാല്യബിൾ അടിച്ചു പരത്താൻ പറ്റുന്നതാണ്, ഡക്റ്റൈൽ വയറ് പോലെ വളക്കാൻ പറ്റുന്നതാണ്, സൊനോറസ് ശബ്ദം ഉണ്ടാക്കുന്നതാണ്, ആൻഡ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി വിദ്യുതിയും ഹീറ്റും നല്ല രീതിയിൽ കടത്തി വിടുന്നതാണ്. നമുക്ക് ഇവകളെ കുറിച്ച് പറയാം. ചില മെറ്റീരിയൽസ് വിച്ച് ജനറലി പൊസസ് ദീസ് പ്രോപ്പർട്ടീസ് ആർ കാൾഡ് മെറ്റൽസ്. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായ മെറ്റീരിയൽസിനെ ആർ കാൾഡ് മെറ്റൽസ് എന്ന് വിളിക്കുന്നു. The examples of metals are iron, copper, aluminum, calcium, magnesium, etc. അയൺ, കോപ്പർ, അലുമിനിയം, കാൽഷ്യം, മഗ്നീഷ്യം ഇതുപോലുള്ള വസ്തുക്കളാണ് ഇതിനൊരു ഉദാഹരണം. ഇൻ കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് ലൈക്ക് കോൾ ആൻഡ് സൾഫർ ആർ സോഫ്റ്റ് ആൻഡ് ഡൾ ഇൻ അപ്പിയറൻസ്. കോള്, സൾഫർ പോലത്തെ മെറ്റീരിയൽസ് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ ഡൾ ആയിരിക്കും. അതിന്റെ അപ്പിയറൻസ് ഡൾ ആയിരിക്കും, ഒരിക്കലും ഷൈനിങ് ആയിരിക്കും, തിളങ്ങുന്നതായിരിക്കില്ല. They break down into a powdery mass on tapping with a hammer. ഒരു ഹാമർ കൊണ്ട് അടിക്കുന്ന സമയത്ത് അവകൾ എന്തായിരിക്കും, പൗഡറി മാസ് ആയിരിക്കും, പൗഡർ ആയിട്ട് മാറും. They are not sonorous. അവകൾ ശബ്ദം ഉണ്ടാക്കില്ല. ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അതേസമയം എന്തായിരിക്കും, ഗുഡ് കണ്ടക്ടേഴ്സ്, പുവർ കണ്ടക്ടീവ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. ദീസ് മെറ്റീരിയൽസ് ആർ കാൾഡ് നോൺ മെറ്റൽസ്. ഇത്തരത്തിലുള്ള സ്വഭാവം, അതായത് ഹാർഡ്, ലെസ്ട്രസ്, മാല്യബിൾ, ഡക്റ്റൈൽ, സൊനോറസ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്, ഈ സ്വഭാവം ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽസ് നമ്മൾ എന്ത് വിളിക്കും, നോൺ മെറ്റൽസ് എന്ന് വിളിക്കും. ദ എക്സാമ്പിൾസ് ഓഫ് നോൺ മെറ്റൽസ് ആർ സൾഫർ, കാർബൺ, ഓക്സിജൻ, ഫോസ്ഫറസ്, ഓക്സിജൻ, കാർബൺ, സൾഫർ ഇതുപോലുള്ള മെറ്റീരിയൽസ് ആണ് നോൺ മെറ്റൽസിന് ഉദാഹരണം. Metals like sodium and potassium are soft and can be cut with a knife. സോഡിയം, പൊട്ടാസ്യം പോലെ മെറ്റൽസ് സോഫ്റ്റ് ആണ്, അത് നമുക്ക് കത്തിക്കൊണ്ട് മുറിക്കാൻ സാധിക്കും. മെർക്കുറി ഈസ് ദ ഓൺലി മെറ്റൽ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണാൻ പറ്റിയതായ ഏക മെറ്റൽ മെർക്കുരിയാണ്. ദീസ് ആർ എക്സെപ്ഷൻ. നമ്മൾ മുകളിൽ പറഞ്ഞ ആ കാര്യം കുറച്ച് എക്സെപ്ഷൻ ആയ, അതായത് കുറച്ച് മാറി നിൽക്കുന്ന മെറ്റൽസ് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ എല്ലാ മെറ്റൽസും നമ്മൾ പറഞ്ഞ ഹാർഡാണ്, പക്ഷെ ഇവിടെ സോഫ്റ്റ് മെറ്റൽസും ഉണ്ട്, ചില 2 മെറ്റൽസ് മാത്രം. അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞ എപ്പോഴും ഷൈനി ഇതൊക്കെയാണ് മാറ്റം. ഈ മെറ്റൽസ് മാത്രമേ ഇതിൽ ചെറിയൊരു മാറ്റമുള്ളൂ. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക്സ്.